കിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ എൻ്റെ ചാനലിൽ ഇടുന്നത്. അതിന് തക്കതായ കാരണമുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായ ഒരു സെലിബ്രിറ്റി ഈയിടെ കുറേ ഓൺലൈൻ ചാനലുകാർക്ക് നൽകിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ ഒരു മെസ്സേജാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി നൽകിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. വേറെ ആരുമല്ലാത്ത താരം ജാസി ഈയിടെ കുറേ ചാനലുകാരോട് പറയുന്നത് കണ്ടു. ജാസി 5 മാസം പ്രഗ്നൻ്റ് ആണ്. ഡെലിവറി കഴിഞ്ഞ് കഴിക്കാനുള്ള മരുന്ന് പോലും ജാസിയുടെ ഉമ്മ തയ്യാറാക്കി വെച്ചിട്ടാണ് ഗൾഫിലോട്ട് പോയേ. മനസ്സിൻ്റെ അതിയായ ആഗ്രഹമാണോ അതോ സ്വാർത്ഥ താല്പര്യമാണോ, വാട്ടവർ, എന്തുകൊണ്ട് ജാസി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് ജാസിയോടാണ് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ തെറ്റായ ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുന്നത്? 3-4 ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ചോദ്യം, 2 പുരുഷ ബീജങ്ങൾ തമ്മിൽ ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുമോ? അഥവാ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അതിനെ വഹിക്കാൻ ഒരു ഗർഭാശയം അഥവാ യൂട്രസ് വേണ്ടേ? മനസ്സുകൊണ്ട് സ്ത്രീയായ ജാസി കുറച്ചധികം ഹോർമോണുകൾ ശരീരത്തിൽ കുത്തിവെച്ചതുകൊണ്ട് ജാസിക്ക് യൂട്രസ് കിളുത്തു വന്നു. ജാസിക്ക് യൂട്രസ് ഉണ്ടോ? ഞാനൊരമ്മയാണ്, അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത് പുരുഷ ബീജവും സ്ത്രീ അണ്ഡവും തമ്മിൽ ബീജസങ്കലനം നടന്ന് ഒരു ഭ്രൂണമുണ്ടായി അത് ഗർഭാശയ ഭിത്തികളിൽ ഉറച്ച് 9 മാസം കൊണ്ട് രൂപാന്തരം പ്രാപിച്ചൊരു കുഞ്ഞ് ആകുക എന്നാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ജാസിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അങ്ങനെയല്ല. ശാസ്ത്രം തോറ്റുപോകുന്ന രീതിയിലാണ് ജാസി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു പുരുഷൻ കുറച്ചധികം ഹോർമോണുകൾ കുത്തിവെച്ചതും കൊണ്ട് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും മാത്രം പ്രാപ്തയായി എന്ന് ആണോ അതിൻ്റെ അർത്ഥം? എനിക്കറിയില്ല. അത്രയധികം ശാസ്ത്രം വളർന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഇനി ജാസിക്ക് വേണ്ടി ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കണ്ടുപിടുത്തമാണെന്നേ ഞാൻ പറയൂ. കാരണം അത്രയധികം ട്രാൻസ്ജെൻഡേഴ്സുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കും അതൊരു ഹെൽപ്പാകും, ഒരു ഉപകാരമാകും. ഒരു കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. ശരിയല്ലേ? നിങ്ങൾ 2 പുരുഷന്മാരും കൂടെ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് നടന്നതുകൊണ്ടോ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം. അപ്പോൾ ജാസി സ്വയം വിഡ്ഢിയാകുന്നതോ അതോ സമൂഹത്തിനെ വിഡ്ഢിയാക്കുന്നതോ? നിങ്ങൾക്ക് എങ്ങനെ വേണേലും ജീവിക്കാം. ഞാൻ ഒരിക്കലും ജാസിയുടെ കുറ്റങ്ങൾ എടുത്തു പറയുന്നതല്ല. എല്ലാവർക്കും കാണും കുറ്റങ്ങളും കുറവുകളും, ഈ പറയുന്ന എനിക്കുമുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട്, ഇല്ലേ? നമ്മൾക്കൊന്നും സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ കഴിക്കാം. ചീപ്പ് പബ്ലിസിറ്റിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ജാസി എന്നതിനുള്ള ഒരു തെളിവാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിലോട്ട് ഇറങ്ങി നിന്ന് പടച്ചു വിടുമ്പോൾ ഒന്ന് ഓർക്കുക, നിങ്ങളെപ്പോലെ എല്ലാവരും വിഡ്ഢികളല്ല. ചെറിയ മക്കൾക്ക് പോലും അറിയാം ഒരു കുഞ്ഞുങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു. അതിനുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അല്ലേ? കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കയ്യിലിരിക്കുന്ന മൊബൈലിൽ എല്ലാം കിട്ടും. നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്നെല്ലാം. ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ആരും ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനിയെങ്കിലും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, സ്വയം നന്നാകുക. താങ്ക് യു.